ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജേൺ സപ്ലൈസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഞാനൊരു ഷെൽഫിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സ്പേസ് എനിക്ക് ഭയങ്കര കംഫർട്ടബിളും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ടേബിളിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും നീറ്റായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ എപ്പോഴും നീറ്റായിരിക്കും എൻ്റെ ഈ ഒരു ഷെൽഫ്. കാരണം എനിക്കിത് ഭയങ്കര ഓർഗനൈസ് ചെയ്ത് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. സോ ടേബിളും ഈ ഒരു ഷെൽഫും എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ മേക്കപ്പ്, ജ്വല്ലറി അങ്ങനത്തെ ഷെൽഫ് ഉണ്ടാവുമല്ലോ, അതും എപ്പോഴും ക്ലീൻ ആയിരിക്കും. എൻ്റെ ക്ലീൻ അല്ലാത്ത മെയിൻ സാധനമാണ് ഡ്രസ്സ്. എൻ്റെ ഡ്രസ്സിൻ്റെ ഷെൽഫ് തീരെ ക്ലീൻ ആയിട്ടില്ല. ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറേ സാധനങ്ങളുണ്ട്. ഈ കവായി ബോക്സ് ഞാൻ കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാട്ടോ കാണിച്ചാത്ത. ഈ ബോക്സ് പിന്നെ നമ്മൾ ജംഗ്ജേണിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന കവറൊക്കെ ഇട്ടേക്കുന്ന ഒരു ബോക്സ് ആട്ടോ. പിന്നെ നമുക്ക് 2 ടവലുണ്ട്. ഒന്ന് ടവലല്ല കേട്ടോ, നമ്മളത് വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വെക്കാറുണ്ട്. മറ്റേത് ടവലാണ്. ഈ ഗ്ലൂഗൺ സ്റ്റിക്ക് വർക്കാവില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലെ ഒരു ബ്ലാക്ക് കളർ സംഭവം എന്ന് വെച്ചാൽ ഗ്ലൗസാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ എനിക്ക് പെയിൻറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ടൈമിൽ കൈമാവാതിരിക്കാൻ കുറച്ച് ഇതാക്കിയിട്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇടാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വാഷി ടബ്സ് ഒന്നും എനിക്ക് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് എടുത്തുവെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു പെയിൻറ്റ് പാലറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ബുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.